രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ മനുഷ്യരെല്ലാം തന്നെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനായി മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരുണ്ട് എന്നതിൻ്റെ തിരച്ചിലാണ് ഇപ്പോൾ വയനാട് മേപ്പാടിയിൽ തുടരുന്നത്. അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന നിമിഷങ്ങളാണ്, കണ്ണീരുളവാക്കുന്ന നിമിഷങ്ങളാണ്. കണ്ണീർ പെയ്ത്താണ് ഈ മഴപ്പെയ്ത്ത്, കണ്ണീർ പെയ്ത്തായി മഴ ഇപ്പോഴും തുടരുകയാണ്. ദുരന്തം വിതച്ചുകൊണ്ടുള്ള മഴയുടെ സംഹാര താണ്ഡവമാണ്, പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണ് വയനാട് മേപ്പാടിയിൽ കാണാൻ സാധിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ്. ഒരു ദൃശ്യം എന്ന് പറയുന്നത് വെള്ളാർമല GVHSSന്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് ആ സ്കൂൾ പൂർണ്ണമായും, ആ സ്കൂളിന്റെ താഴത്തെ നില പൂർണ്ണമായും മരങ്ങളും മണ്ണും വന്നടിഞ്ഞതാണ്. നേരത്തെ നമ്മൾ മന്ത്രി OR കേളോട് സംസാരിച്ചപ്പോൾ അത് ഒരു പരിധിവരെ ഈ ദുരിതത്തിന്റെ വ്യാപ്തി കുറച്ചെങ്കിലും കുറയ്ക്കാൻ ഈ സ്കൂൾ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ സ്കൂളിൽ തടഞ്ഞാണ് കുറേ മണ്ണും കുറേ മരങ്ങളും ഒക്കെ നിന്നത്. ആ കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും ഈ വെള്ളാർമല GVHSS അതിൻ്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. മരങ്ങളും കല്ലുമെല്ലാം വന്നടിഞ്ഞത് ആ വിദ്യാലയത്തിൻ്റെ ചുമരിലേക്കാണ്. ആ വിദ്യാലയത്തിൻ്റെ ഏകദേശം പകുതിയിലധികം ഭാഗത്തോളം മണ്ണടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷേ ഇന്നലെയൊക്കെ വിദ്യാലയം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കളിച്ചു നടന്നിരുന്ന സമയമാണ് ഇത് എന്ന് പറയുന്നത്. ഇത് സ്കൂൾ പ്രവൃത്തി സമയം തുടങ്ങാനിരിക്കുന്ന ഈ സമയം. പക്ഷേ ഇന്ന് 24 മണിക്കൂറിന് ഇപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി പൂർണ്ണമായും മാറുന്ന ഒരു സാഹചര്യം. എത്രയോ ആളുകൾ ആ വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ടുന്ന കുട്ടികൾ നേരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തേടി പോകേണ്ടുന്ന ഒരു സാഹചര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 53 പേർ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ള ദുഃഖകരമായൊരു വസ്തുത ഉണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിനപ്പുറം ഇനിയും കണ്ടെത്തേണ്ടുന്ന മനുഷ്യജീവനുകൾ എത്രയുണ്ടെന്ന് തിരിച്ചറിയാതെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് വയനാട് മേപ്പാടിയിൽ. ആളുകൾ അതിനകത്ത് എത്ര പേർ പുതഞ്ഞുപോയി, ഇനി ആരെങ്കിലും ഉണ്ടോ, എത്ര പേരുടെ ജീവൻ, എത്ര പേരുടെ സ്വത്ത്, എത്ര പേരുടെ വീടുകൾ, ഇതെല്ലാം കണ്ടെത്താനുള്ളൊരു കിണഞ്ഞ പരിശ്രമത്തിലാണ് നാടുള്ളത്. എല്ലാവരുമുള്ളത്, രക്ഷാപ്രവർത്തകരുള്ളത്. അതിൽ സർക്കാരിൻ്റെ വകുപ്പുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യത്വമുള്ള മനുഷ്യർ, മനുഷ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഒരുപാട് പച്ച മനുഷ്യർ അവിടെ രക്ഷാപ്രവർത്തകരായി എത്തുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി വയനാട് മേപ്പാടിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങേയറ്റം ഒരു ദുഃഖകരമായ, ദുരന്തപൂർണമായ ഒരു കാഴ്ചയാണ് വയനാട് മേപ്പാടിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ഇപ്പോഴും അവിടെ ചെറിയ തോതിൽ തുടരുന്നുണ്ട്. ആ മഴ കനക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഒരു പ്രതീക്ഷിക്കാം. പ്രകൃതി ഇനിയും ഒന്ന് കുലുങ്ങാതിരിക്കട്ടെ, ഉരുൾ പൊട്ടാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോ പ്രതീക്ഷയോ ഒക്കെ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനാവുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്, വയനാട്ടിലെ പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുള്ളത്, ബാണാസുര സാഗറിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ എന്തായാലും അത്തരം വിവരങ്ങളിലേക്ക് ഞാൻ തിരിച്ചെത്താം. റിയാസ് തുടരുക. നമുക്ക് ഒരു ഇടവേള അനിവാര്യമാണ്.